ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട്. നല്ല ലൈനർ കിടക്കണേ, ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ കിടക്കണേ. ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും സൈഡിൽ നിന്ന് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല നിലവിൽ. പിന്നെ അതേപോലെ കിക്ക് റിവീലൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. നിലവിൽ നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. ക്ലച്ച് യൂണിറ്റ് മെയിൻ ക്ലച്ച് യൂണിറ്റാണ്. ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റൊക്കെ വരുന്ന ക്ലച്ച് പുള്ളി അടക്കം വരുന്ന യൂണിറ്റാണ്. അതിൻ്റെ പെർഫോമൻസും ഓക്കെയാണ്, വേറെ പ്രോബ്ലം ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റ് നല്ല ബെൽറ്റ് അടക്കണേ, കമ്പനി ബെൽറ്റ് തന്നെയാണ്, വേറെ ഡാമേജ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ക്ലച്ച് ഔട്ടർ ചെറുതായിട്ടൊരു സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ട്. നമുക്ക് പേപ്പറോട്ടൊന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. അത് ഓട്ടോ ക്ലച്ച് ആയതുകൊണ്ട് തന്നെ ക്ലച്ച് ഷൂ വന്ന് പിടിക്കുന്ന ആ ഒരു സ്ക്രാച്ചാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തായാലും പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്റർ കേബിളൊക്കെ അത്യാവശ്യം ഫ്രീ പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി രാവിലെയൊക്കെ എടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടായി കിട്ടാനൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ വേറെ പറയത്ത കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആയിട്ടാണ്. ബാറ്ററി ശരിക്കും പറഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് 12 വോൾട്ടാണ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നത്. അപ്പോൾ ഇഗ്നിഷൻ സ്വിച്ച് ഓഫായ പൊസിഷനിലാണ്. നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് അല്പം ഡൗൺ ആയി പോകുന്നുണ്ട്. ബാറ്ററി 10.17 റേഞ്ചിലേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ ഫ്യൂൽ പമ്പ് തുടങ്ങിയ സെൻസറുകളെല്ലാം കറക്റ്റ് ബാറ്ററി വോൾട്ട് സപ്പോർട്ട് ചെയ്താലാണ് വർക്ക് ചെയ്യാം. ഇപ്പം നിലവിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12 ഇപ്പോൾ കയറി വരുന്നുണ്ട്. കാരണം നമ്മൾ താക്കോൽ ഓഫ് ചെയ്തു. 11 വോൾട്ട് 11 വോൾട്ടൊക്കെ വന്നോളൂ, മാക്സിമം വന്നാൽ കേട്ടോ. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ വാല്യൂസ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത് വളരെ ലോ ആയ രീതിയിലാണ് കാണിക്കാം. അപ്പോൾ നമുക്ക് വണ്ടിയുമ്പോൾ വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നോക്കാം. ബൂസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യുമ്പോൾ കംപ്ലൈൻ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി വയ്ക്കേണ്ട സിറ്റുവേഷൻ വരും. കാരണം എന്നാൽ തന്നെയാണ് ആ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. അതല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻറ്റ് കാണിച്ചിരിക്കും. ഇതിപ്പോൾ രാവിലെ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും ബാറ്ററി ഇത്രയും ഡൗൺ ആയിട്ടുണ്ട്. വണ്ടി ഓടുമ്പോൾ ജസ്റ്റ് ചാർജ് കയറും. ഇതിനകത്തുനിന്ന് വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ ഒരു പവറാണെങ്കിൽ ഇപ്പോൾ കാണിക്കാം. കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ വൈകിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ രാവിലേക്ക് ആകുമ്പോഴത്തേക്കും ബാറ്ററി ചാർജ് ഡിസ്ചാർജ് ആവുന്നുണ്ടാവും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ സ്റ്റാർട്ടിങ് കാണിക്കാനായിട്ടുള്ള സ്റ്റാർട്ട് ആവാതിരിക്കാനായിട്ടുള്ളൊരു പ്രോബ്ലമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അതാണ്. വേറെ കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഡയഗ്നോസ്റ്റ് ചെയ്തൊക്കെ നോക്കുമ്പോൾ വേറെ യാതൊരു കംപ്ലയിൻറ്റും കാണുന്നില്ല കേട്ടോ. ബാറ്ററിയുടെ പ്രശ്നമാണ്. നമുക്ക് ചാർജ് ചെയ്ത് നോക്കാം. പോസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ആയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ നമുക്ക് പ്ലഗ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. എയർ ഫിൽറ്ററും പ്ലഗും പുതിയതാണ് കിടക്കുന്നുണ്ടോ. അപ്പോൾ നിലവിൽ അതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ. പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ട്. പിന്നെ അതിനകത്ത് ഉള്ളത് കംപ്ലയിൻറ്റ് ഇപ്പോൾ ബാറ്ററിയുടെയാണ്. ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഫ്രണ്ടിലത്തെ ആയാലും ബാക്കിലത്തെ ആയാലും ടയറുകളൊക്കെ ഓക്കെയാണ്. ബാക്കിലത്തെ ടയറും അത്യാവശ്യം കട്ടുണ്ട്. പുതിയ ടയറുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.